إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്ത് അൽ ബഖറ 285-ാമത്തെ ആയത്ത് ആമന റസൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആയത്ത് നോക്കൂ. ആമന റസൂൽ, റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഉൻസില ഇലൈഹി, അദ്ദേഹത്തിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ട്, മിൻ റബ്ബിഹി, അദ്ദേഹത്തിന്റെ റബ്ബിങ്കൽ നിന്നും. അതെന്താണ്? അൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. വൽ മുഅ്മിനൂൻ, വിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ, അവർ മുഴുവൻ പേരും ആമന ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. വ മലായികതിഹി, മലക്കുകളെ കൊണ്ടും വിശ്വസിച്ചു. വ കുതുബിഹി, വേദഗ്രന്ഥങ്ങൾ കൊണ്ടും വിശ്വസിച്ചു. വ റസൂലിഹി, റസൂലുമാരെ കൊണ്ടും വിശ്വസിച്ചു. ലാ നുഫരിഖു ബൈന അഹദിൻ മിൻ റുസുലി, ലാ നുഫരിഖു, ഒരു വേർതിരിവും കാണിക്കുന്നില്ല. ബൈന അഹദിൻ, അവർക്കിടയിൽ ആരെക്കുറിച്ചും, മിൻ റുസുലിഹി, ഒരു റസൂലുമാർക്കിടയിലും, അവർക്കിടയിലുള്ള ഒരു റസൂലുമാർക്കിടയിലും യാതൊരു തരത്തിലുള്ള വേർതിരിവും ആ മുഅ്മിനുകൾ കാണിക്കുന്നില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. ലാ നുഫരിഖു ബൈന അഹദിൻ മിൻ റുസുലി വഖാലു, അവർ പറഞ്ഞു, സമിഅനാ വ അതഅനാ, സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, വ അതഅനാ, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. അത്രയും അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും വിശ്വാസമർപ്പിക്കുന്ന കറകളഞ്ഞ ഇഖ്ലാസുള്ള മുഹ്സിനീങ്ങളായ മുത്തഖീങ്ങളായ ആൾക്കാരാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാർ എന്ന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. ഖുർആനക, അല്ലാഹുവേ നിന്റെ പൊറുക്കലാണ്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ. വ ഇലൈക്കൽ മസീർ, വ ഇലൈക, നിന്നിലേക്കാണ്. അൽ മസീർ, ഞങ്ങൾ മടങ്ങിച്ചെല്ലേണ്ടത്, ഞങ്ങളുടെ മടക്കം നിന്നിലേക്കാണ്. ഖുർആനക, നിന്റെ പൊറുക്കലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നോക്കൂ നിങ്ങൾ ആ സ്വഹാബികളുടെ വചനം നോക്കൂ. വഖാലൂ സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള സംശയത്തിനും വകയില്ലാത്ത വിധം പരിപൂർണമായിട്ടുള്ള ഒരു താഴ്ത്ത് അനുസരണമാണ് അവിടെ ഭാഗത്തുണ്ടായത്. ഈ രൂപത്തിലുള്ള അനുസരണം നമ്മിൽ നിന്നും ഉണ്ടാകണം. അത് മാത്രമല്ല, അള്ളാഹുവിനെ കൊണ്ടും മലായികത്തുകളെ കൊണ്ടും കുതുബുകളെ കൊണ്ടും റസൂലുകളെ കൊണ്ടും വിശ്വസിക്കണമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഖുർആനിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണമെന്നുമുള്ള സന്ദേശമാണ് ആമന റസൂലിന്റെ ആദ്യത്തെ ആയത്തിൽ നമുക്ക് നൽകുന്നത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. അൽഹംദുലില്ലാഹി.